ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റായ എംബ്രേസിങ് ഡിഫറൻസസ് എന്നതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. 6 ഡോട്ട്സ് എന്നുള്ളൊരു സ്റ്റോറിയും അതിലെ സൈഡ് ക്വസ്റ്റ്യൻസും ഫുൾ ആക്ടിവിറ്റീസുമാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് STD6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കൊരു ഡോർവേ ഇവിടെ തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ സൈൻസ് ബിലോ. നമുക്ക് താഴെ കുറച്ച് അടയാളങ്ങൾ, ചിഹ്നങ്ങൾ തന്നിട്ടുണ്ട്. 4 ഉണ്ട്. ക്വസ്റ്റ്യൻ 1 നോക്കൂ. വാട്ട് ഡു ദീസ് സൈൻസ് മീൻസ്? ഈ ചിഹ്നങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. ഫസ്റ്റ് 1 നോക്കൂ. എ പേഴ്സൺ വിത്ത് എ വൈറ്റ് കെയിൻ. അതായത് കണ്ണ് കാണാത്തവർ നടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിക്കാണ് വൈറ്റ് കെയിൻ എന്നുള്ളത്. ദിസ് സൈൻ റെപ്രസെൻറ്റ്സ് എ വിഷ്വലി ഇംപയർഡ് ഓർ ബ്ലൈൻഡ് പേഴ്സൺ, ഓഫൻ ഇൻഡിക്കേറ്റിംഗ് accessibility features for them. അതായത് കണ്ണ് കാണാൻ മുഴുവനായിട്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുള്ള ആളോ ഉപയോഗിക്കുന്ന ഒരു ഒരു സഹായിയാണ് ഈ വൈറ്റ് കെയിൻ. സെക്കൻഡ് പിക്ചർ നോക്കൂ. ഇയർ വിത്ത് സൗണ്ട് വേവ്സ്. അതായത് ചെവിയുടെ ഒരു ചിഹ്നമാണ്, കുറച്ച് സൗണ്ട് വേവ്സും ഉണ്ട്. ദിസ് സൈൻ റെപ്രസെൻറ്റ്സ് എ ഹിയറിംഗ് ഇംപയർഡ് ഓർ ഡെഫ് പേഴ്സൺ, ഓഫൻ ഇൻഡിക്കേറ്റിംഗ് സർവീസസ് ഓർ accessibility for individuals with hearing loss such as sign language interpretations or assistive listening devices. ഇത് കേൾവിക്ക് പരിധിയുള്ള, ഒന്നുകിൽ കേൾക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കേൾവി ശക്തി തീരെ ഇല്ലാത്തതോ ആയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സൈനാണ്. തേർഡ് പിക്ചർ നോക്കൂ. ഹാൻഡ് സൈനിങ്, കൈകൾ കൊണ്ടുള്ളൊരു സൈനാണ്. ദിസ് സൈൻ ഓൾസോ റെപ്രസെൻറ്റ്സ് ഇൻഡിവിജ്വൽസ് ഹു ആർ ഡെഫ് ഓർ ഹിയറിംഗ് ഇംപയർഡ് ആൻഡ് ഇൻഡിക്കേറ്റ്സ് ദ യൂസ് ഓഫ് സൈൻ ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഇതും എന്താണ്? കേൾവിക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കുള്ള ഒരു സൈനാണ്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് അത്. ഫോർത്ത് 1 നോക്കൂ. പേഴ്സൺ ഇൻ എ വീൽ ചെയറിലിരിക്കുന്ന ഒരാളാണ് അല്ലേ, ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. ദിസ് സൈൻ റെപ്രസെൻറ്റ്സ് എ പേഴ്സൺ വിത്ത് എ ഫിസിക്കൽ ഡിസബിലിറ്റി, സ്പെസിഫിക്കലി സംവൺ ഹൂ യൂസസ് എ വീൽ ചെയർ ആൻഡ് ടിപ്പിക്കലി ഇൻഡിക്കേറ്റ്സ് വീൽ ചെയർ accessibility such as റാംസ്, എലവേറ്റേഴ്സ് ഓർ accessible restroom. അതായത് നമ്മൾ വീൽ ചെയറിലുള്ള ആളുകളോ അല്ലെങ്കിൽ ഡിസേബിലിറ്റി, എന്തെങ്കിലും നടക്കാൻ കാലിന് എന്തെങ്കിലും ഡിസേബിലിറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സൈനാണ് അത്. യൂഷ്വലി നമ്മൾ ബസ്സിൽ കയറും അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലൊക്കെ കയറുമ്പോഴൊക്കെ നമുക്ക് ഈ സൈന് കാണാം. ഇത് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് റാമ്പുകളോ, അതായത് കയറി പോകാനുള്ള റാമ്പുകളോ എലവേറ്റേഴ്സോ, അതുപോലെ അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള റെസ്റ്റ് റൂംസ് ഒക്കെ ഉണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ 2. വൈ ഡു യു തിങ്ക് ദീസ് സൈൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്? ഡിസ്കസ്. ഇത്തരത്തിലുള്ള സൈനുകൾ പബ്ലിക് പ്ലേസിൽ നിർബന്ധമാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അതിന് ഫസ്റ്റ് റീസൺ, പ്രൊമോട്ടിങ് ഇൻക്ലൂസിവിറ്റി ആൻഡ് accessibility. പല തരത്തിലുള്ള ആളുകൾക്കും അവർക്ക് accessibility ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. റേസിംഗ് അവയർനെസ് ആൻഡ് എംപതി. ബോധവൽക്കരണം നടത്താനും അതുപോലെ അവരോട് സഹാനുഭൂതി തോന്നാനും വേണ്ടിയിട്ട്. ഗൈഡിങ് ആൻഡ് ഇൻഫോമിങ്. അവർക്ക് വഴി കാണിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ വിവരങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻഷുറിങ് സേഫ്റ്റി ആൻഡ് വെൽബീയിങ്. സുരക്ഷ ഉറപ്പുവരുത്താനും വേണ്ടിയിട്ട്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഹൗ ഡു വിഷ്വലി ചാലഞ്ച്ഡ് പീപ്പിൾ ലേൺ അബൌട്ട് ദ വേൾഡ് അറൗണ്ട് ദം? അതായത് കാഴ്ചശക്തിക്ക് വെല്ലുവിളി നേരിടുന്ന ആളുകൾ അവരുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് എങ്ങനെയാണ് പഠിക്കുന്നത്? ലെറ്റ്സ് റീഡ് ദ ഇൻസ്പയറിംഗ് സ്റ്റോറി ഓഫ് ലൂയിസ് ബ്രെയിൽ ഹു ചേഞ്ച് ദ വേൾഡ് ഓഫ് വിഷ്വലി ചാലഞ്ച്ഡ് പീപ്പിൾ. നമുക്ക് ലൂയിസ് ബ്രെയിൽ എന്നുള്ള ബ്രെയിലിയുടെ ഒരു കഥയാണ് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിന് കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ആളുകൾ നേരിടുന്ന പ്രയാസത്തെ അവർക്ക് ഒരു പ്രചോദനമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം കടന്നു വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. 6 ഡോട്ട്സ്. 6 ഡോട്ട്സ്. ഡോട്ട് എന്ന് വെച്ചാൽ കുത്ത്. അപ്പോൾ 6 ഡോട്ട്സ് എന്തിനെ കുറിച്ചായിരിക്കാം? മേ ബി ബ്രെയിൻ ലിപിയൊക്കെ ഉണ്ടല്ലോ, കാഴ്ചശക്തി ഇല്ലാത്ത ആളുകൾ എഴുതുന്നതിനെക്കുറിച്ച്. അതൊക്കെ ഡോട്ട്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കാം, ഞാനൊരു സൂചന തന്നതാണ് കേട്ടോ, ആയിരിക്കാം സ്റ്റോറി. മൈ ലൈഫ് ചേഞ്ച്ഡ് ദാറ്റ് ഡേ. ആ ദിവസം എൻ്റെ ജീവിതമാകെ മാറിമറിഞ്ഞു. ഐ ഹാഡ് ബീൻ പ്ലേയിങ് വിത്ത് പപ്പാസ് ഔൾ. ഞാൻ പപ്പയുടെ അവൽ കൊണ്ട് കളിക്കുകയായിരുന്നു. അവൽ എന്ന് വെച്ചാൽ എന്താ? തോലുളി എന്നൊക്കെ പറയും. അതായത് നമ്മളുടെ സ്കിന്നിൽ ഇങ്ങനെ സുഷിരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. ഇറ്റ് പ്രൂവ്ഡ് ടു ഷാർപ്പ് ഫോർ മൈ ഐസ്. അത് എൻ്റെ കണ്ണുകൾക്ക് വളരെ മൂർച്ചയുള്ളതായി തെളിഞ്ഞു. യു ആർ ടു കെയർലെസ് ലൂയിസ്. നീ വളരെ അശ്രദ്ധയോടെ ചെയ്യുന്നു ലൂയിസ്. പപ്പ ക്രൈഡ് ഇൻ ഡിസ്ട്രസ്. അച്ഛൻ സങ്കടത്തോടു കൂടിയിട്ട് കരഞ്ഞു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് കണ്ണിൽ ആ ഔള് തട്ടിയിട്ടുണ്ടായിരിക്കാം അല്ലേ. എ ഹീലർ ബാൻഡേജ് മൈ ഐ. ഒരു ഹീലർ അതായത് ഒരു വൈദ്യൻ എൻ്റെ കണ്ണിൽ ബാൻഡേജ് ഇട്ടു. ബട്ട് ദ ബാൻഡേജ് ഇഷ്ടു സോ മച്ച്. പക്ഷേ ആ ബാൻഡേജ് ഇട്ടതുകൊണ്ട് തന്നെ വളരെയധികം ചൊറിച്ചിൽ കണ്ണിൽ തോന്നുന്നുണ്ടായിരുന്നു. മൈ ഹാൻഡ്സ് ലൈക്ക് ദ സ്പാരോസ് ഇൻ ദ ട്രീസ് വ സ്മോൾ ആൻഡ് ക്വിക്ക്. എൻ്റെ എന്താണ് കൈകൾ മരങ്ങളിലെ കുരുവികളെ പോലെ ചെറുതും വേഗതയുള്ളതുമായിരുന്നു. അതായത് കണ്ണിങ്ങനെ ചൊറിയുമ്പോൾ ഒരു പക്ഷേ കൈകൊണ്ട് ആ കണ്ണ് ചൊറിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഐ കുഡിൻ കീപ് ദം അവേ. എനിക്ക് അവയെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. ഐ ഡിഡിൻ മെൻ ടു മേക്ക് തിങ്സ് വേഴ്സ്. ഞാൻ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ വേണ്ടി ചെയ്തതല്ല. ബട്ട് ഐ ഡിഡ്. പക്ഷേ ഞാനത് ചെയ്തു. എന്താണ് അപ്പോൾ ആ കണ്ണിങ്ങനെ ഇച്ചിങ് വന്നപ്പോൾ, ചൊറിച്ചിൽ വന്നപ്പോൾ അദ്ദേഹം കണ്ണ് കൈകൊണ്ട് ചൊറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ കണ്ണെന്തായി? കൂടുതൽ വേഴ്സായി, മോശമായി. ദ ഇൻഫെക്ഷൻ സ്പ്രെഡ് ടു മൈ അതർ ഐ. ആ ഇൻഫെക്ഷൻ അതായത് ആ അണുബാധ എൻ്റെ മറ്റേ കണ്ണിലേക്കും പടർന്നു. അൺടിൽ ഐ കുഡ് സീ നത്തിങ് അറ്റ് ഓൾ. എനിക്ക് മറ്റൊന്നും തന്നെ കാണാനായിട്ട് സാധിച്ചില്ല. നോ ട്രീസ് ഓർ സ്പാരോസ്. ഒരു മരങ്ങളോ ഒരു കുരുവികളോ എനിക്ക് കാണാൻ സാധിച്ചില്ല. നോ ഫേസസ്. ആരുടെ മുഖങ്ങളും കാണാൻ സാധിച്ചില്ല. നോ ലോഫ്സ് ഓഫ് ബ്രെഡ്. ഒരു ബ്രെഡിൻ്റെ കഷ്ണം പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല. ബൈ ദ ടൈം ഐ ടേൺഡ് 5 ഐ വാസ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്. അങ്ങനെ എനിക്ക് 5 വയസ്സാകുമ്പോഴേക്ക് ഞാൻ മുഴുവനായും എന്തായി? ബ്ലൈൻഡായി മാറി, അന്ധനായി മാറി, കാണാൻ കഴിയാത്ത ആളായി മാറി. ഇതിൻ്റെ സൈഡിലുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് കോസ്റ്റ് ലൂയിസ് ടു ലോസ് ഹിസ് സൈറ്റ്. ലൂയിസിന് അവൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? ലൂയിസ് ലോസ്റ്റ് ഹിസ് സൈറ്റ് ബിക്കോസ് ഹി ആക്സിഡൻ്റലി ഇഞ്ചേർഡ് ഹിസ് ഐ വിത്ത് ഹിസ് ഫാദേഴ്സ് ഔൾ ആൻഡ് ദ റിസൾട്ടിംഗ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ലീഡിങ് ടു കംപ്ലീറ്റ് ബ്ലൈൻഡ്നെസ് ബൈ ദ ഏജ് ഓഫ് 5. ലൂയിസിന് അവൻ്റെ അച്ഛൻ്റെ ഔളുമായിട്ട് കളിക്കുന്ന സമയത്ത് അത് ആക്സിഡൻ്റലി കണ്ണിൽ ആവുകയും കണ്ണിൽ ഇഞ്ചേർഡ് ആക്കുകയും അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഇൻഫെക്ഷൻ വഴിയാണ് ഇൻഫെക്ഷൻ പടർന്നിട്ടാണ് 5-ാം വയസ്സായപ്പോഴേക്ക് ലൂയിസിന് മുഴുവനായിട്ടും കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. മൈ വേൾഡ് വാസ് ഡാർക്ക് ആൻഡ് ഡേഞ്ചറസ്. എൻ്റെ ലോകം ഇരുണ്ടതും അപകടകരവുമായി മാറി. ഐ സ്റ്റംബിൾഡ് അബൌട്ട് ദ ഹൗസ് ബാങ്ങിങ് ഇൻ ടു ദ ചെയേഴ്സ്, ദ വാൾസ്, ദ ഡോർസ്. ഞാൻ വീട്ടിലുള്ള കസേരകളിലും ചുമരുകളിലും വാതിലിലും എല്ലാം പോയി ഇടിക്കാനായിട്ട് തുടങ്ങി. മൈ ബോഡി ഏക്ക്ഡ്. എൻ്റെ ശരീരം വേദനിച്ചു. വെർ ഇസ് ദ സൺ ഐ ക്രൈഡ്. സൂര്യൻ എവിടെയെന്ന് ഞാൻ നിലവിളിച്ചു കരഞ്ഞു. ബട്ട് ദ സൺ ഡിഡ് നോട്ട് കം. പക്ഷേ സൂര്യൻ വന്നില്ല. ഐ സാറ്റ് ബൈ ദ വിൻഡോ ട്രെയിനിങ് മൈ ഇയേഴ്സ് ടു ഡു വാട്ട് മൈ ഐസ് കുഡ് നോട്ട്. ഞാൻ ജനലുകൾക്ക് അരികിലായിട്ട് ഇരുന്നു. എൻ്റെ ചെവികളെ, എൻ്റെ കാതുകളെ പരിശീലിപ്പിച്ചു കൊണ്ട് നടന്നു. അതായത് എൻ്റെ കണ്ണുകൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഞാൻ എൻ്റെ ചെവികളെ കൊണ്ട് ആസ്വദിക്കാനായി തുടങ്ങി. ക്ലാങ് ബാങ് കിഷ് കിഷ്. ദാറ്റ് വാസ് പപ്പ ഇൻ ഹിസ് ഷോപ്പ്. അങ്ങനെ ഒരു ശബ്ദം വരുമ്പോൾ അത് പപ്പയുടെ കടയിലാണ്, അത് കടയിലെ പപ്പയായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. സ്വിഷ് 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 സ്വിഷ്. ലോങ് സ്കേർട്ടഡ് ലേഡീസ് ഹറിയിങ് ടു മാർക്കറ്റ്. നീളമുള്ള പാവാട ധരിച്ച സ്ത്രീകൾ മാർക്കറ്റിലേക്ക് കുതിച്ചു പായുന്നതിൻ്റെ ശബ്ദമാണ് സ്വിഷ് സ്വിഷ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ക്ലാം 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 സ്റ്റോം. സോൾജേഴ്സ് മാർച്ചിങ് ഡൗൺ ദ സ്ട്രീറ്റ്. പട്ടാളക്കാർ തെരുവുകളിലൂടെ നടക്കുന്ന ശബ്ദം തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ഗിർ ഗിർ റഫ് റഫ് ഗിർ. ദ നെയ്ബേഴ്സ് ആംഗ്രി ഡോഗ് ചെയിൻ ടു ടൈറ്റ്. അയൽപ്പക്കത്തുള്ള നായയെ വളരെ ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കുന്ന ശബ്ദമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മൈ ഫാമിലി ഡിഡ് വാട്ട് ദേ കുഡ്. പപ്പ മെയ്ഡ് എ വുഡൻ കെയിൻ. എൻ്റെ കുടുംബവും അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം എനിക്ക് ചെയ്തു തന്നു. പപ്പ എനിക്കൊരു മരവടി ഉണ്ടാക്കി തന്നു. Each day I walked a little, tap 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 tap, counting the steps between the house and the garden, the vineyard and the chicken coop, the bakers and the millers, and back to Papa's shop. എല്ലാ ദിവസവും ഞാൻ കുറച്ച് തപ്പിത്തടഞ്ഞ് നടന്നു. വീടിനും പൂന്തോട്ടത്തിനും ഇടയിലുള്ള പടികൾ എണ്ണി, മുന്തിരിത്തോട്ടത്തിനും കോഴിക്കൂടിനും ഇടയിലുള്ള പടികൾ എണ്ണി, ബേക്കറിക്കാരുടെയും മില്ലറുടെയും കടകളിലേക്ക്, പിന്നെ പപ്പയുടെ കടയിലേക്ക് പോയി. അങ്ങനെ പതുക്കെ ഓരോ ദിവസവും സ്റ്റെപ്പുകൾ എണ്ണി, വയ്ക്കുന്ന അടികൾ എണ്ണിയാണ് നടക്കാനായിട്ട് തുടങ്ങി. ഇതിന് സൈഡിലുള്ള ചോദ്യം നോക്കൂ. വാട്ട് സൗണ്ട്സ് ഡിഡ് ലൂയിസ് ഹിയർ വെൻ ഹി സാറ്റ് ബൈ ദ വിൻഡോ. ലൂയിസ് വിൻഡോയ്ക്ക് അരികിലിരിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങൾ, സൗണ്ട്സ് എന്തൊക്കെയാണ്? ക്ലാങ് ബാങ് കിഷ് കിഷ്. These were the sounds of his papa working in his shop. Swoosh, swish, swish, swish. These were the sounds of long skirted ladies hurrying to market. Clam, 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 storm. These were the sounds of soldiers marching down the street. Grr, grr, ruff, ruff, grr. These were the sounds of the neighbor's angry dog chained too tightly.
മൈ ബ്രദർ ടോട്ട് മീ ടു വിസിൽ. എൻ്റെ ബ്രദർ എന്നെ വിസിലടിക്കാൻ പഠിപ്പിച്ചു. ആൻഡ് ദ സൗണ്ട് എക്കോഡ് ബാക്ക് ഇറ്റ് വാണ്ട് മീ ഓഫ് തിങ്സ് ഇൻ മൈ പാത്ത്. അത് വിസിലടിക്കുന്ന സമയത്ത് അതിൻ്റെ ശബ്ദം എക്കോ അടിച്ച് പ്രതിധ്വനിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ വഴിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച്, അവൻ്റെ വഴിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു മുന്നറിയിപ്പ് കൊടുത്തു. മൈ സിസ്റ്റർ മേഡ് എ സ്ട്രോ ആൽഫബറ്റ് ടു ഫീൽ ആൻഡ് റീഡ്. എൻ്റെ സഹോദരിമാരെ, സിസ്റ്റേഴ്സ്, എനിക്ക് വായിച്ച് തൊട്ട് ടച്ച് ചെയ്ത് വായിക്കാൻ പാകത്തിന് സ്ട്രോ വെച്ച് അക്ഷരമാലകൾ ഉണ്ടാക്കി തന്നു. പപ്പ മെയ്ഡ് ലെറ്റേഴ്സ് ഓഫ് ദ ആൽഫബറ്റ് ഫോർ മീ വിത്ത് ലെതർ സ്ട്രിപ്സ് ഓർ ബൈ പൗണ്ടിങ് റൗണ്ട് ടോപ്ഡ് നെയിൽസ് ഇൻ ടു ബോട്ട്സ്. ഈ നമ്മളുടെ തുകലുണ്ടല്ലോ, നൂല് പോലെയുള്ള ആ തുകൽ സ്ട്രിപ്പുകൾ ഉപയോഗിച്ചും അതുപോലെയുള്ള റൗണ്ട് ഷേപ്പിലുള്ള നഖങ്ങൾ പലകകളിൽ കുത്തിയൊക്കെ പപ്പ എന്ത് ചെയ്തു, അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉണ്ടാക്കി തന്നു. വിത്ത് മാമൻ ഐ പ്ലേഡ് ഡോമിനോസ് കൗണ്ടിങ് ദ ഡോട്ട്സ് വിത്ത് മൈ ഫിംഗർ ടിപ്സ്. മാമൻ്റെ കൂടെ ഞാൻ ഡോമിനോസ് കളിച്ചു. അത് വിരലുകൾ കൊണ്ട് എന്താണ്, അതിൻ്റെ കുത്തുകൾ എണ്ണിയാണ് ഞാൻ ഡോമിനോസ് കളിച്ചത്. ദ വില്ലേജ് പ്രീസ്റ്റ് ടോട്ട് മീ ടു റെക്കഗ്നൈസ് ട്രീസ് ബൈ ദെയർ ടച്ച്, ഫ്ലവേഴ്സ് ബൈ ദെയർ സെൻറ്റ് ആൻഡ് ബേർഡ്സ് ബൈ ദെയർ സ്ട്രോങ്. അപ്പോൾ അവരുടെ ഗ്രാമത്തിലുണ്ടായിരുന്ന പ്രീസ്റ്റ്, അതായത് നമ്മളുടെ പള്ളിയിലച്ഛനുണ്ടല്ലോ, പുരോഹിതൻ, അദ്ദേഹം അവനെ മരങ്ങളെ തൊട്ടുകൊണ്ട് മനസ്സിലാക്കാനും പൂക്കളെ മണങ്ങൾ ഉപയോഗിച്ച് മനസ്സിലാക്കാനും കിളികളെ അവയുടെ പാട്ടുകൾ ഉപയോഗിച്ച് തിരിച്ചറിയാനും എന്നെ പഠിപ്പിച്ചു. ഡു യു ഹാവ് ബുക്സ് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ ഐ ആസ്ക്ഡ് ഹിം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്ത്, നിങ്ങളുടെ കയ്യിൽ, അച്ഛൻ്റെ കയ്യിൽ കണ്ണ് കാണാത്ത കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ പുസ്തകങ്ങളുണ്ടോ? നോ ലൂയിസ്, ദ പ്രീസ്റ്റ് റിപ്ലൈഡ്. ഐ എം സോറി, എൻ്റെ കയ്യിലില്ല ലൂയിസ്, എന്നോട് നീ ക്ഷമിക്കണമെന്ന് പുരോഹിതൻ മറുപടി കൊടുത്തു. വെൻ ഐ വാസ് ഓൾഡർ ഐ വെൻറ്റ് ടു സ്കൂൾ വിത്ത് ദ അതർ വില്ലേജ് ചിൽഡ്രൻ. ഞാൻ കുറച്ചുകൂടെ വലുതായപ്പോൾ മറ്റ് വില്ലേജിലെ കുട്ടികളോടുകൂടെ ഞാൻ സ്കൂളിലേക്ക് പോയി. ഓൾ ഡേ ദേ റോട്ട് ഡൗൺ വേർഡ്സ് ആൻഡ് നമ്പേഴ്സ് ഓർ റെഡ് അലൗഡ് ഫ്രം പോയിൻറ്റഡ് പേജസ്. ദിവസം മുഴുവൻ അവർ വാക്കുകളും അക്കങ്ങളും എഴുതി വയ്ക്കുകയും അച്ചടിച്ച പേജുകളിൽ നിന്ന് അത് ഉറക്കെ വായിക്കുകയും ഒക്കെ ചെയ്തു. ഐ സാറ്റ് ഇൻ ദ ഫ്രണ്ട് റോ ലിസ്ണിംഗ് ആൻഡ് മെമ്മറൈസിങ്. ഞാനും മുൻനിരയിൽ തന്നെ ഇരുന്നു. എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു, പക്ഷെ എന്താണ്, ഇരുന്നു കേട്ട് അത് മനഃപ്പാഠമാക്കി. ഡു യു ഹാവ് ബുക്സ് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ ഐ ആസ്ക്ഡ് മൈ ടീച്ചർ. എൻ്റെ ടീച്ചറോട് ഞാൻ എന്ത് ചോദിച്ചു, ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയ പുസ്തകങ്ങൾ ടീച്ചറുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. നോ ലൂയിസ്, ദ ടീച്ചർ റിപ്ലൈഡ്. ഐ എം സോറി. ഇല്ല ലൂയിസ്, എൻ്റെ കയ്യിലില്ല. ഐ എം സോറി, എന്നോട് നീ ക്ഷമിക്കണമെന്ന് ടീച്ചർ റിപ്ലൈ പറഞ്ഞു. ബട്ട് ഐ ഡിഡിൻ വോണ്ട് പീപ്പിൾ ടു ഫീൽ സോറി ഫോർ മീ. പക്ഷേ ആളുകൾക്ക് എന്നെക്കുറിച്ച് എന്താണ്, എൻ്റെ കാര്യത്തിൽ സങ്കടം തോന്നണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു റീഡ് ആൻഡ് റൈറ്റ് ഓൺ മൈ ഓൺ ലൈക്ക് എവ്രി വൺ എൽസ്. എനിക്ക് എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ കാര്യങ്ങൾ സ്വന്തമായി എഴുതാനും വായിക്കാനും ഉള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനി ഇവിടെയുള്ള സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കൂ. ക്വസ്റ്റ്യൻ 1, ഹൗ ഡിഡ് ലൂയിസ് ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് ആൻഡ് പപ്പ ഹെൽപ്ഡ് ഹിം റീഡ്? ലൂയിസിൻ്റെ ബ്രദറും സിസ്റ്ററും പപ്പയും അവനെ വായിക്കാൻ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? ബ്രദർ taught him to whistle and the echoing sound helped Louis detect obstacles in his path. Sisters created a straw alphabet for him to feel and learn. Papa made letters of the alphabet using leather strips or by pounding round-topped nails into boards, allowing Louis to learn to read by touch. Question 2, how did Louis learn to experience the world around him without sight? ലൂയിസിന് അവൻ്റെ ചുറ്റുമുള്ള ഈ ലോകത്തെ കാണാതെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചത്? അതിൽ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബ്രദർ, സിസ്റ്റർ, പപ്പ, പിന്നെ അതുകൂടാതെ മാമനും വില്ലേജ് പ്രീസ്റ്റും. അപ്പോൾ നോക്കൂ, ആദ്യം ബ്രദർ taught him to whistle and the echoing sound helped Louis detect obstacles in his path. Sisters created a straw alphabet for him to feel and learn. Papa made letters of the alphabet using leather strips or by pounding round-topped nails into boards, allowing Louis to learn to read by touch. Maman played dominoes with Louis, helping him count the dots with his fingertips and developing his tactile sense. Village priest taught Louis to recognize trees by touch, flowers by scent, and birds by their song, enabling him to experience the natural world through his other senses. That was when a neighbor of mine, a marquis with influence, got me admitted to the Royal School for the Blind in Paris. ആ സമയത്താണ് എൻ്റെ അയൽക്കാരനായിട്ടുള്ള, അതായത് കുറച്ച് സ്വാധീനമുള്ള ആളാണ്
മാർക്യൂസ് എന്ന് പറയുന്ന കുറച്ച് ഹോൾഡുള്ള ആളാണ് എന്നെ പാരീസിലെ റോയൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് എന്ന് പറയുന്ന റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എന്നുള്ള സ്കൂളിൽ ചേർത്തിയത്. ഐ വാസ് എക്സൈറ്റഡ്, എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. ഐ വാസ് ടോൾഡ് ദർ വുഡ് ബി ബുക്സ് ഫോർ ദ ബ്ലൈൻഡ് ഇൻ ദ സ്കൂൾ. എന്നോട് പറഞ്ഞു എന്ത്, ആ സ്കൂളിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വായിക്കാനും പഠിക്കാനുമുള്ള പുസ്തകങ്ങളുണ്ടെന്ന് പറഞ്ഞു. ബട്ട് മാമൻ തോട്ട് ഐ വാസ് ടു യങ് ടു ബി അവേ ഫ്രം ഹോം. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് അതിന് വേണ്ട പ്രായമായിട്ടില്ല, എനിക്ക് നന്നേ പ്രായം കുറവാണ് എന്നായിരുന്നു മാമൻ പറഞ്ഞത്. ഐ വാസ് ഓൺലി 10 then. ഞാൻ ആ സമയത്ത് എനിക്ക് 10 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഐ ലവ് യു, ഐ ടോൾ മാമൻ ആൻഡ് പാപ്പ, ബട്ട് ഐ മസ്റ്റ് ഗോ. എനിക്ക് നിങ്ങളെ രണ്ടുപേരെ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പോയേ മതിയാകൂ എന്ന് ഞാൻ മാമനോടും പപ്പയോടും പറഞ്ഞു. അറ്റ് ദ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എ ഗൈഡ് ലെഡ് മീ ടു ദ ലൈബ്രറി. ആ കുട്ടികൾക്കുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള സ്കൂളിൽ ഒരു ഗൈഡ് എന്നെ ലൈബ്രറിയിലേക്ക് കൊണ്ടുപോയി. ഹി ടോട്ട് മീ ടു റീഡ് ബൈ ട്രേസിങ് ദ റേസ്ഡ് ലെറ്റേഴ്സ് ഓൺ എ ബോർഡ് വിത്ത് മൈ ഫിംഗേഴ്സ്. ഒരു ബോർഡിൽ അതിലെന്തുണ്ടായിരുന്നു, വിരലുകൾ കൊണ്ട് ഇങ്ങനെ തൊട്ട് തൊട്ട് അക്ഷരങ്ങൾ വായിക്കാനും അത് മനസ്സിലാക്കാനുമായി ആ ഗൈഡ് എന്നെ പഠിപ്പിച്ചു. My fingers traced each letter just as I had done with the letters Papa had made for me at home. അച്ഛൻ എനിക്ക് വീട്ടിലുണ്ടാക്കി തന്ന ആ ബോർഡിൽ ഇങ്ങനെ തൊട്ട് അക്ഷരങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഞാൻ ഇതിലും അക്ഷരങ്ങൾ തൊട്ട് തൊട്ട് മനസ്സിലാക്കി. ബട്ട് ദ ബോർഡ് വാസ് ലോങ്. പക്ഷേ ബോർഡ് എന്തായിരുന്നു, നല്ല നീളമുള്ള ബോർഡായിരുന്നു. ആൻഡ് ദ ലെറ്റേഴ്സ് വർ ടു ലാർജ്. അക്ഷരങ്ങളൊക്കെ വളരെ വലുതുമായിരുന്നു. ഐ ഹാഡ് ടു ടേൺ ദ പേജ് ആഫ്റ്റർ ഓൺലി എ ഫ്യൂ സെൻറ്റൻസസ്. കുറച്ച് സെൻറ്റൻസുകൾ വായിച്ചു കഴിഞ്ഞ ശേഷം അപ്പോൾ തന്നെ എനിക്ക് പേജ് ഇങ്ങനെ മറിക്കേണ്ടതായിട്ട് വന്നു. ദ വേർഡ്സ് വർ ആസ് ലാർജ് ആസ് മൈ ഹാൻഡ്. ഓരോ വാക്കുകളും ഏകദേശം എൻ്റെ കൈകളോളം തന്നെ വലുപ്പമുള്ളതായിരുന്നു. എ സെൻറ്റൻസ് ടുക്ക് അപ്പ് ഹാഫ് എ പേജ്. ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു പേജിൻ്റെ പകുതി വരെ എന്തായിരിക്കും, ഒരു സെൻറ്റൻസ് ആയിരിക്കും. അത്രയും വലിയ അക്ഷരങ്ങളായിരുന്നു. ഐ സൈഡ്. ഞാനൊരു നെടുവീർപ്പിട്ടു. ഈവൻ ഇഫ് ഐ റീഡ് 100 ബുക്സ് ലൈക്ക് ദിസ് ഹൗ മച്ച് കുഡ് ഐ ലേൺ. ഇതുപോലുള്ള 100 പുസ്തകങ്ങൾ വായിച്ചാലും എനിക്ക് എത്രമാത്രം പഠിക്കാനായിട്ട് കഴിയും, അറിവ് നേടാനായിട്ട് കഴിയും. ഈ പേജിലുള്ള സൈഡ് ക്വസ്റ്റ്യൻസ് നോക്കൂ. Question 1. How did Louis initially learn to read at the Royal School for the Blind? റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എന്ന റോയൽ സ്കൂളിൽ അവിടെ ആദ്യം ഫസ്റ്റ് ലൂയിസ് എങ്ങനെയാണ് വായിക്കാനായിട്ട് തുടങ്ങിയത്? Louis initially learned to read at the Royal School for the Blind by tracing raised letters on a board with his fingers, guided by a teacher in the library. Question 2. What was the major challenge Louis faced at the Royal School for the Blind? ആ സ്കൂളിൽ ലൂയിസ് നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായിരുന്നു? The major challenge Louis faced at the Royal School for the Blind was that the reading method involved a long board with letters that were too large. A few sentences required turning the page, and a single sentence could take up half a page, making reading inefficient and limiting the amount he could learn. The next day, the headmaster summoned a meeting of the students. അടുത്ത ദിവസം ഹെഡ്മാസ്റ്റർ വിദ്യാർത്ഥികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. എവരി വൺ ഹാഡ് ഗാദേർഡ് ഇൻ ദ ബിഗ് റൂം. എല്ലാവരും മീറ്റിംഗ് കൂടുന്ന വലിയ റൂമിൽ ഒത്തുകൂടി. ഡോക്ടർ പിഗ്നിയർ, the headmaster, spoke to us. A French army captain has invented a code to send secret messages during war. The code is ready by touch, not by sight, so we might use it here too. എന്താണ് അദ്ദേഹം പറഞ്ഞത്? പിഗ്നിയർ എന്നാണ് കേട്ടോ ഹെഡ്മാസ്റ്ററുടെ പേര്. അദ്ദേഹം പറഞ്ഞത് യുദ്ധസമയത്ത്, വാറിൻ്റെ സമയത്ത് മറ്റുള്ളവർക്ക് രഹസ്യ സന്ദേശങ്ങൾ അയക്കുന്നതിനായിട്ട്, അതായത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഹെൽപ്പറായിട്ട് ഒരു ഫ്രഞ്ച് ക്യാപ്റ്റന് അത് അയക്കുന്നതിനായിട്ടൊരു കോഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കോഡ് കാഴ്ചയിലൂടെ അല്ല, നമുക്ക് കണ്ടിട്ടല്ല ആ കോഡുള്ളത്, പകരം ടച്ചിങ്ങിലൂടെയാണ് ആ കോഡിൽ മെസ്സേജസ് സെൻഡ് ചെയ്യുക. അതുകൊണ്ട് നമുക്കത് ഇവിടെയും ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അതായത് കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്കും ആ കോഡ് ഉപയോഗിക്കാമെന്ന് ഹെഡ്മാസ്റ്റർ പിഗ്നിയർ കുട്ടികളോട് പറഞ്ഞു. യു ആർ ഈച്ച് ഹോൾഡിംഗ് എ മെസ്സേജ് റിട്ടൺ വിത്ത് പാറ്റേൺസ് ഓഫ് ഡോട്ട്സ്, ദ ഹെഡ്മാസ്റ്റർ കണ്ടിന്യൂഡ്. ഈച്ച് പാറ്റേൺ സ്റ്റാൻഡ്സ് ഫോർ എ സൗണ്ട് സച്ച് ആസ് ഓ, ഒച്ച്. നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് ഇതിൽ ഞാൻ പറഞ്ഞു സൈറ്റ് വഴിയല്ല, പകരം ടച്ച് വഴിയാണ്. അപ്പോൾ അതിൽ ഓരോ ഡോട്ട്സാണ്, കുത്തുകളായിരിക്കും, കുത്തുകളുടെ പാറ്റേണുകൾ കൊണ്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ഡോട്ട്സ് കൊണ്ടുള്ള പാറ്റേണുകൾ കൊണ്ട് എഴുതിയ ഒരു മെസ്സേജ് നിങ്ങൾ പിടിച്ചിരിക്കുക. എന്നിട്ടോ ഓരോ പാറ്റേണും ഒരു ശബ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ഓ അല്ലെങ്കിൽ ഓക്കെ, ഔ എന്നൊക്കെയുള്ള ശബ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത്.
വി ലിസൺഡ് ആസ് ഹി എക്സ്പ്ലെയിൻഡ്. അങ്ങനെ ഹെഡ് മാസ്റ്റർ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്നു. ഇറ്റ് വാസ് ഇൻ ഈസി. അതൊരിക്കലും ഒരു എളുപ്പമായിട്ടുള്ള കാര്യമായിരുന്നില്ല. അത് ലേൺ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. ദർ വാസ് എ ലോട്ട് ടു റിമെമ്പർ. ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്പിംഗ് മൈ പേപ്പർ ഓവർ, ഐ മൂവ്ഡ് മൈ ഫിംഗേഴ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഫീലിംഗ് ദ ഡോട്ട്സ്. കയ്യിലുണ്ടായിരുന്ന പേപ്പർ ഇങ്ങനെ മറിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിരലുകൾ ആ സ്പോട്ടിൽ ഇങ്ങനെ ആ ഡോട്ട്സിൽ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള ഫീൽ ചെയ്തു, മനസ്സിലിങ്ങനെ അനുഭവിച്ചു. ഫോൾ ബാക്ക്, ഐ സഡൻലി ഷൗട്ടഡ് വിത്ത് എക്സൈറ്റ്മെൻറ്റ്. എല്ലാവരും പിന്നിലേക്ക് വീഴൂ എന്നും പിന്നിലേക്ക് നിൽക്കൂ എന്ന് ഞാൻ പെട്ടെന്ന് എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഉച്ചത്തിൽ പറഞ്ഞു. എവ്രി വൺ ലാഫ്ഡ്. അത് കേട്ടപ്പോൾ എല്ലാവരും ചിരിച്ചു. അതായത് നമ്മളുടെ കുട്ടി എങ്ങനെയാണ് ലൂയിസ് ആ ഇമാജിനറി ലോകത്ത് നിന്ന് നമ്മൾ സ്വപ്നത്തിലൊക്കെ സംസാരിക്കില്ല, അതുപോലെ പറഞ്ഞതാണ്. ഇറ്റ് വാസ് എ ബാറ്റിൽ ഓർഡർ. ഓഫ് കോഴ്സ് അതൊരു ബാറ്റിൽ ഓർഡറാണ്, യുദ്ധത്തിനുണ്ടാവുന്ന ഒരു ഓർഡറാണ്, യുദ്ധത്തിനുണ്ടാവുന്ന ഒരു കമാൻഡാണ്. ബട്ട് നൗ മൈ ഹാർട്ട് പൗണ്ടഡ് വിത്ത് ഹോപ്പ്. പക്ഷേ ഈ സമയത്ത് എൻ്റെ ഹൃദയം പ്രതീക്ഷകൾ കൊണ്ട് മിടിക്കുന്നുണ്ടായിരുന്നു. ഐ ആസ്ക്ഡ് ഫോർ അനദർ, അഗെയിൻ ഐ ടച്ച് ദ ഡോട്ട്സ്. ഞാൻ ഒരിക്കൽ കൂടി അതിനെക്കുറിച്ച് മറ്റൊന്ന് ചോദിച്ചു. വീണ്ടും ഞാൻ ആ ഡോട്ടുകളിലൂടെ ഇങ്ങനെ തൊട്ടു നോക്കി. സപ്ലൈസ് അറൈവ് അറ്റ് ഡോൺ, ഐ റെഡ്. ദ അതേഴ്സ് ഷൗട്ടഡ് ഔട്ട് ദെയർ മെസ്സേജസ് ടു. എന്താ പറഞ്ഞത്? പുലർച്ചെയാണ് സാധനങ്ങൾ എത്തുന്നത് എന്ന് ഞാൻ വീണ്ടും വായിച്ചു. മറ്റുള്ളവരും അവരുടെ മെസ്സേജുകൾ വിളിച്ചു പറയാനായിട്ട് തുടങ്ങി. ദ ഹെഡ് മാസ്റ്റർ ടോട്ട് മീ ടു മേക്ക് ഡോട്ട് പാറ്റേൺസ് വിത്ത് എ സ്റ്റൈലസ് ഓൺ എ പേപ്പർ കെപ്റ്റ് അണ്ടർ എ വുഡൻ ഫ്രെയിം. ഒരു വുഡൻ ഫ്രെയിമിൻ്റെ ഒരു മരപ്പട്ടയ്ക്കിടയിൽ വെച്ചിരിക്കുന്ന പേപ്പറിൽ സ്റ്റൈലസ് ഉപയോഗിച്ച് ഡോട്ട് പാറ്റേണുകൾ നിർമ്മിക്കാൻ ഹെഡ് മാസ്റ്റർ എന്നെ പഠിപ്പിച്ചു, അതായത് ലൂയിസിനെ പഠിപ്പിച്ചു. ഐ മേഡ് എ ഫ്യൂ ഓഫ് ദ ഡോട്ട് പാറ്റേൺസ്, ദെൻ ഫ്ലിപ്പ്ഡ് ദ പേപ്പർ ടു റീഡ് ദെം ബൈ ടച്ച്. ഫോർ മെനി വീക്സ് ഐ പ്രാക്ടീസ്ഡ്. അങ്ങനെ കുറച്ച് ഡോട്ട് പാറ്റേണുകൾ ഉണ്ടാക്കി അതിനെ ടച്ച് ചെയ്ത് വായിക്കാൻ, പേപ്പർ മറിച്ച് വായിക്കാനൊക്കെ ഞാൻ പഠിച്ചു. കുറച്ച് ആഴ്ചകൾ കൊണ്ട് ഒരുപാട് ട്രെയിൻ ചെയ്തിട്ട് പരിശീലിച്ചു. ഇനി ഇതിനുള്ള സൈഡിലുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വാസ് പെക്യുലർ അബൌട്ട് ദ ഫ്രഞ്ച് ആർമി ക്യാപ്റ്റൻസ് കോഡ്? ഫ്രഞ്ച് ആർമി ക്യാപ്റ്റന് കണ്ടുപിടിച്ചിട്ടുള്ള കോഡ് ഈ കോഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ദ പെക്യുലാരിറ്റീസ് ഓഫ് ദ ഫ്രഞ്ച് ആർമി ക്യാപ്റ്റൻസ് കോഡ് വാസ് ദാറ്റ് ഇറ്റ് വാസ് ഡിസൈൻഡ് ടു ബി റെഡ് ബൈ ദ ടച്ച്, നോട്ട് ബൈ സൈറ്റ്. കാഴ്ച കൊണ്ടല്ല, പകരം ടച്ച് കൊണ്ട് വായിക്കാൻ പറ്റുന്നതാണ് എന്നതായിരുന്നു ഈ ഫ്രഞ്ച് ആർമി ക്യാപ്റ്റന് ഉണ്ടാക്കിയ കോഡിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാം. ദ കോഡ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ നോർമൽ ആൽഫബറ്റ്. സാധാരണ അക്ഷരമാലകളിൽ നിന്ന് ഈ കോഡ് വളരെയധികം വ്യത്യസ്തമായിരുന്നു. ദ കോഡ് സ്റ്റൂഡ് ഫോർ സൗണ്ട്സ് നോട്ട് ലെറ്റേഴ്സ്. കാരണം അതിലെ കോഡ് അക്ഷരങ്ങളെയല്ല, മറിച്ച് സൗണ്ട്സിനെയാണ്, ശബ്ദങ്ങളെയാണ് സൂചിപ്പിച്ചിരുന്നത്. വൈ ഷുഡൻ വി സ്പെൽ വേർഡ്സ് ആൻഡ് റൈറ്റ് സെൻറ്റൻസസ് ലൈക്ക് പീപ്പിൾ വിത്ത് നോർമൽ ഐസൈറ്റ്, ഐ തോട്ട്. സാധാരണ കാഴ്ചശക്തിയുള്ള ആളുകളെ പോലെ നമുക്ക് വാക്കുകൾ എഴുതാനും വാക്യങ്ങൾ എഴുതാനും പാടില്ലേ? ഐ സെറ്റ് ടു വർക്ക് ഓൺ ദ ഐഡിയ. ഞാൻ ആ ഐഡിയയുമായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. Later at night, while the others slept, I bent over my slate and punched the pages. രാത്രി വളരെ വൈകി മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ഈ സ്ലേറ്റിൽ ഇങ്ങനെ കുനിഞ്ഞിരുന്നുകൊണ്ട് അതിലിങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമായിരുന്നു. I tried hundreds of ways to simplify the captain's code. ക്യാപ്റ്റൻ കണ്ടുപിടിച്ച ഈ കോഡ് എനിക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ ലളിതമാക്കാൻ ഞാൻ 100 കണക്കിന് വഴികൾ പരീക്ഷിച്ച് നോക്കി. ഐ വർക്ക്ഡ് അൺടിൽ മൈ ബാക്ക് വാസ് സ്റ്റിഫ് ആൻഡ് മൈ ഫിംഗേഴ്സ് ഏക്ക്ഡ്. എൻ്റെ പുറം വലിഞ്ഞു മുറുകുകയും എൻ്റെ കൈകളൊക്കെ വേദനിക്കുകയും ചെയ്യുവോളം ഞാൻ ഈ ഡോട്ട്സിൽ തന്നെ പരിശീലിച്ചു കൊണ്ടിരുന്നു. എ ഇയർ പാസ്റ്റ്. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. ദെൻ അനദർ ആൻഡ് അനദർ. വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. ദാറ്റ് വിൻ്റർ ഐ ടേൺ 15. അങ്ങനെ ആ വിൻ്റർ സമയത്ത് എനിക്ക് 15 വയസ്സായി. ഐ വാസ് ഓഫ്റ്റൻ സിക്ക് ബൈ ഐ വുഡൻറ്റ് റെസ്റ്റ്. ഞാൻ അപ്പോഴും വളരെയധികം ക്ഷീണിതനായിരുന്നു. എനിക്ക് അസുഖങ്ങൾ വരാനായിട്ട് തുടങ്ങുമായിരുന്നു, പക്ഷേ ഞാൻ വിശ്രമിക്കാനായി തയ്യാറായില്ല. ഫൈനലി ഇറ്റ് വാസ് റെഡി ടു ടെസ്റ്റ്. അങ്ങനെ ഒടുവിൽ അത് ഞാൻ പരീക്ഷിക്കാനായിട്ട് തയ്യാറായി. I asked the headmaster to choose a book from his own library, a book I had never heard before. ഞാൻ ഹെഡ്മാസ്റ്ററോട് ലൈബ്രറിയിൽ നിന്നൊരു പുസ്തകം തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടു. എങ്ങനെയുള്ള പുസ്തകമാണ്? ഞാൻ മുൻപ് കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു പുസ്തകം. പ്ലീസ് റീഡ് ഇറ്റ് ഔട്ട് സർ, ഐ സെഡ്. ദയവായിട്ട് അതൊന്ന് ഉറക്കെ വായിച്ചു തരൂ സർ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഡോക്ടർ പിഗ്മിയ ബിഗാൻ
ബിഗാൻ അദ്ദേഹം വായിക്കാനായിട്ട് തുടങ്ങി. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഐ ഇൻറ്ററപ്റ്റഡ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ, കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തിൻ്റെ വായന തടസ്സപ്പെടുത്തി. യു ക്യാൻ ഗോ മച്ച് ഫാസ്റ്റർ സർ, നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വായിക്കാം സർ എന്ന് ഞാൻ പറഞ്ഞു. ആസ് ഹി റീഡ് ഐ കോപ്പിഡ് ഡൗൺ ദ വേർഡ്സ് സ്പെല്ലിംഗ് ഈച്ച് വൺ കറക്റ്റ്ലി. അങ്ങനെ അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിലെഴുതിയിട്ടുള്ള വാക്കുകളും വാക്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്തു, എഴുതി, അതായത് സ്പെല്ല് ചെയ്തു. ഓക്കെ. My new code used just 6 dots arranged in 2 columns like dominoes. Each dot pattern stood for a letter of the alphabet. എന്തായിരുന്നു പ്രത്യേകത? ഞാൻ ഉണ്ടാക്കിയ പുതിയ കോഡിൽ വെറും 6 ഡോട്ടുകൾ മാത്രമേ, 6 കുത്തുകൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഡോമിനോകൾ കളിക്കുന്നത് പോലെ 2 നിരകളിലായിട്ടത് ഞാൻ ക്രമീകരിച്ചു വച്ചിരുന്നു. ഓരോ ഡോട്ട് പാറ്റേണും അക്ഷരമാലയിലെ ഓരോ അക്ഷരത്തെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡിൽ 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. റീഡ് ചെയ്യൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദ കോഡ് ഡിഫറെൻറ്റ് ഫ്രം ദ നോർമൽ ആൽഫബറ്റ്? സാധാരണ അക്ഷരമാലകളിൽ നിന്ന് ഈ കോഡ് എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരുന്നു? ദ കോഡ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ പാസേജ് ഡിഫേർഡ് ഫ്രം ദ നോർമൽ ആൽഫബറ്റ് ഇൻ 2 key ways based on sounds, not letters. Unlike the normal alphabet where symbols represent individual letters, this code represented sounds. Next, 6-dot system. The new code utilized a system of 6 dots arranged in 2 columns with each dot pattern representing a letter of the alphabet. Question 2. What was special about the new code? പുതിയ കോഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? It used a system of 6 dots arranged in 2 columns like dominoes where each dot pattern stood for a letter of the alphabet. This innovative system allowed for the representation of letters through tactile patterns, making it a significant development for those who could not see. The headmaster stopped reading when he came to the end of the chapter. അങ്ങനെ ആ ചാപ്റ്ററിൻ്റെ അവസാനമായപ്പോഴേക്ക് ഹെഡ് മാസ്റ്റർ വായിക്കുന്നത് നിർത്തി. I turned my pages over. ഞാൻ എൻ്റെ പേജുകൾ മറിച്ച് കാണിച്ചു കൊടുത്തു. Reading by touch, I recited the entire chapter. വായിച്ച് കേട്ടതിൽ നിന്ന് ഞാൻ ആ പുതിയ ചാപ്റ്റർ മുഴുവനായിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൂയിസ്, യു ഡിഡ് ഇറ്റ്, ദ ഹെഡ് മാസ്റ്റർ ഷൗട്ടഡ്. ലൂയിസ്, നീ അത് നേടിയെടുത്തു, നീ അത് ചെയ്തു കഴിഞ്ഞു എന്ന് ഹെഡ് മാസ്റ്റർ ഉറക്കെ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. വേർഡ് സ്പ്രെഡ് ക്വിക്ലി. വാക്കുകൾ പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ദ അതർ സ്റ്റുഡൻസ് റഷ്ഡ് ടു ട്രൈ ഇറ്റ്. സോ ഈസി ദേ സെഡ്. മറ്റു കുട്ടികൾ അവൻ്റെ അടുത്തേക്ക് കുതിച്ചു വന്നു. എന്നിട്ട് അവരൊക്കെ അത് ട്രൈ ചെയ്തിട്ട് എന്ത് പറഞ്ഞു? ഇത് വളരെ എളുപ്പമാണ്, എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ആൻഡ് സോ ഫാസ്റ്റ്. എളുപ്പം മാത്രമല്ല, എന്താണ്, പെട്ടെന്ന് ചെയ്തു തീരുന്നുണ്ട്. വി ക്യാൻ റീഡ് വേർഡ്സ് ആൻഡ് റൈറ്റ് ലെറ്റേഴ്സ് ലൈക്ക് എവ്രി വൺ എൽസ്. മറ്റുള്ളവരെ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വായിക്കാനും എഴുതാനും ഇനി പറ്റും എന്ന് എല്ലാ കുട്ടികളും ഒരുമിച്ച് പറഞ്ഞു. യെസ്, ഐ ഹാഡ് ഡൺ ഇറ്റ്. യെസ്, ഞാനത് ചെയ്തു കഴിഞ്ഞു. കണ്ടോ മക്കളെ, നമുക്ക് കഠിനമായിട്ടുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ അത് എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും നമുക്കത് നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നാണ് ലൂയിസ് ബ്രെയ്ലി പറയുന്നത്, അല്ലേ? കാഴ്ച ശക്തി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വായിക്കാനും എഴുതാനുമുള്ള ബ്രെയിൽ ലിപി കണ്ടുപിടിച്ച ലൂയിസ് ബ്രെയ്ലിയുടെ സ്റ്റോറിയാണ് നമ്മൾ വായിച്ചത്. മക്കൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? മോട്ടിവേറ്റഡ് ആവണം, ഇൻസ്പയർഡ് ആവണം. ഓക്കെ, ഇനി നമുക്കിതിലെ ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ അവസാനത്തെ ഒരു സൈഡ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അത് നോക്കാം. ഹൗ ഡിഡ് ദ അതർ സ്റ്റുഡൻസ് റിയാക്ട് ടു ലൂയിസ് ന്യൂ സിസ്റ്റം? ലൂയിസിൻ്റെ പുതിയ കണ്ടുപിടുത്തത്തോട് മറ്റു കുട്ടികൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്? ദ അതർ സ്റ്റുഡൻസ് റിയാക്റ്റഡ് ടു ലൂയിസ് ന്യൂ സിസ്റ്റം വിത്ത് എൻത്യൂസിയാസം ആൻഡ് എക്സൈറ്റ്മെൻറ്റ്. ദേ റഷ്ഡ് ടു ട്രൈ ഇറ്റ് ആൻഡ് ഫൗണ്ട് ഇറ്റ് സോ ഈസി ആൻഡ് സോ ഫാസ്റ്റ്. They were also happy that they could now read words and write letters like everyone else. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1, read the following extract from the story. നമുക്ക് സ്റ്റോറിയിലുള്ള ഒരു ചെറിയ ഭാഗം താഴെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. The infection spread to my other eye until I could see nothing at all. No trees or sparrows, no faces, no loaves of bread. എന്തൊക്കെയാണ്? കണ്ണിനുണ്ടായ ഇൻഫെക്ഷന് വൈകാതെ തന്നെ മറ്റേ കണ്ണിനും ബാധിച്ചു. അങ്ങനെ എൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും നശിച്ചു. എനിക്ക് ഒരു കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കുമായിരുന്നില്ല, അല്ലേ? കുരുവികളെയോ മരങ്ങളെയോ ആരുടെ മുഖങ്ങളോ ഒരു ബ്രെഡിൻ്റെ കഷ്ണമോ ഒന്നും എനിക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് വുഡ് ബി ദ തോട്ട്സ് ദാറ്റ് പാസ്ഡ് ത്രൂ ലൂയിസ് മൈൻഡ് വെൻ ഹി ലോസ്റ്റ് ഹിസ് ഐസൈറ്റ്? ലൂയിസിൻ്റെ കാഴ്ചശക്തി നഷ്ടമായ സമയത്ത് അവന് ചിന്തിക്കാനിടയുള്ള തോട്ട്സ്, അവൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. 2 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഹൗ ക്യാൻ ഐ റീഡ്? എനിക്കെങ്ങനെ വായിക്കാൻ കഴിയും? ഐ കനോട്ട് സീ മൈ പാരൻസ്. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും കാണാൻ കഴിയില്ലല്ലോ.
വേറെ എന്തൊക്കെയായിരിക്കാം? ഐ കനോട്ട് സീ ദ ട്രീസ് ഓർ സ്പാരോസ്. എനിക്ക് മരങ്ങളും കുരുവികളെയും ഒന്നും കാണാൻ കഴിയില്ലല്ലോ. ഐ കനോട്ട് സീ ഫേസസ് ഓർ ലോഫ്സ് ഓഫ് ബ്രെഡ്. എനിക്ക് ഒരാളുടെ മുഖങ്ങളും അതുപോലെ ഒരു ബ്രെഡിൻ്റെ കഷ്ണം പോലും കാണാനായിട്ട് സാധിക്കില്ലല്ലോ. ഹൗ വിൽ ഐ ലേൺ ആൻഡ് എക്സ്പ്ലോർ ദ വേൾഡ് നൗ. ഞാനിനി എങ്ങനെ പഠിക്കും, ഈ വേൾഡിനെ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യും? ഈ ചിന്തകളെല്ലാം അവൻ്റെ മനസ്സിലൂടെ കടന്നു വന്നിട്ടുണ്ടാവാം. ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ലൂയിസ് തോട്ട്സ് ഇൻ എ പാരഗ്രാഫ്. ഈ സംഭവം തന്നെ, അതായത് ലൂയിസിൻ്റെ ഈ തോട്ട്സ് തന്നെ നമ്മളിപ്പോൾ ഓരോ സെൻറ്റൻസ് ആക്കിയാണ് എഴുതിയത്, ഇതൊരു പാരഗ്രാഫ് ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കവിടെ സ്റ്റാർട്ടിങ് തന്നിട്ടുണ്ട്, ഐ വണ്ടർ ഹൗ ഐ ഡാഷ് അല്ലേ. എന്തൊക്കെയാണ് ചിന്തിക്കാം? ഐ വണ്ടർ ഹൗ ഐ വിൽ കണ്ടിന്യൂ ടു ലേൺ ആൻഡ് നാവിഗേറ്റ് ദ വേൾഡ് വിത്തൗട്ട് മൈ സൈറ്റ്. കാഴ്ചയില്ലാതെ ഞാൻ എങ്ങനെ പഠിക്കുകയും ഈ ലോകത്തെ അറിയുകയും ചെയ്യുമെന്ന് ഞാൻ പേടിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നു. The thought of not seeing my parents' faces, the beauty of trees and sparrows, or even simple things like loaves of bread fills me with sadness. എനിക്കെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം കാണാൻ കഴിയാത്തതും ഭംഗിയുള്ള പ്രകൃതിയിലെ ഭംഗിയുള്ള കാഴ്ചകളായിട്ടുള്ള മരങ്ങളും കുരുവികളെയും കാണാൻ കഴിയാത്തതും, എന്തിന് ഒരു ചെറിയ കാര്യമായിട്ടുള്ള ഒരു ബെഡിൻ്റെ ചെറിയൊരു കഷ്ണം പോലും കാണാൻ കഴിയാത്തതും ഒക്കെ ആ ചിന്തകൾ അതിൻ്റെ കാണാൻ കഴിയാത്തതിലുള്ള സങ്കടം എൻ്റെ ഹൃദയത്തിൽ നിറയുന്നുണ്ട്. How will I ever be able to read again and again and gain knowledge? എനിക്കിനി എങ്ങനെ വായിക്കുകയും അതിൽ നിന്ന് അറിവ് നേടിയെടുക്കാനും സാധിക്കും? My world has suddenly become dark and uncertain. എൻ്റെ ലോകം ഒരു ഒറ്റ നിമിഷം കൊണ്ട് പെട്ടെന്ന് ഇരുട്ട് നിറഞ്ഞതും സ്ഥിരതയില്ലാത്തതുമായി മാറിക്കഴിഞ്ഞല്ലോ. Activity 2. At the school for the blind, a guide led Lois to the school library. Discuss in groups how visually challenged children in your school can be guided to find their way. Write down the directions. അപ്പോൾ ലൂയിസ് സ്കൂളിലേക്ക് ചേർത്തിയ സമയത്ത് അവനെ ഒരു ഗൈഡ് ലൈബ്രറിയിലേക്ക് നയിക്കുന്നതായിട്ട് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കണ്ടു അല്ലേ. ഇനി നിങ്ങളുടെ സ്കൂളിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഡയറക്ഷന് പറഞ്ഞു കൊടുക്കാനായിട്ട് ആ ഡയറക്ഷൻ എഴുതി കൊടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിനുള്ള ഡയറക്ഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ അത് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻ ഈ പിക്ചറിലുള്ളത് പോലെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നോക്കിക്കേ, ഗോ സ്ട്രേറ്റ് ഫ്രം ദ ഗേറ്റിൽ നിന്ന് നേരെ ആദ്യം നടക്കുക. കണ്ടിന്യൂ സ്ട്രേറ്റ് അണ്ടിൽ യു റീച്ച് ദ ലാർജ് ബനിയൻ ട്രീ. മുന്നിലുള്ള വലിയൊരു ആൽമരത്തിൻ്റെ അടുത്തെത്തോളം നേരെ നടക്കുക. ടേൺ ലെഫ്റ്റ് അറ്റ് ദ ബനിയൻ ട്രീ ആൻഡ് വാക്ക് അലോങ് ദ പാത്ത്. എന്നിട്ട് അവിടെ നിന്ന് ബനിയൻ ട്രീൻ്റെ അടുത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുക, തിരിയുക. ലിസൺ ഫോർ ദ സൗണ്ട് ഓഫ് ദ ഫൗണ്ടൻ, ഇറ്റ് വിൽ ബി ഓൺ യുവർ റൈറ്റ്. അങ്ങനെ ലെഫ്റ്റിലൂടെ പോകുമ്പോൾ വാട്ടർ വീഴുന്ന കുറച്ച് സൗണ്ട് കേൾക്കും. അവിടെ അത് നിങ്ങളുടെ റൈറ്റ് ഭാഗത്തായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഫോളോ ദ പാത്ത് പാസ് ദ ഫൗണ്ടൻ ആൻഡ് ദ ലൈബ്രറി എൻട്രൻസ് വിൽ ബി ഡയറക്ട്ലി ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഈ ഫൗണ്ടൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ പോവുക. നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ലൈബ്രറിയുടെ എൻട്രൻസിലേക്കാണ്, കവാടത്തിലേക്കാണ്. Activity 3. Read the following sentences from the story. I am sorry, but I didn't want people to feel sorry for me. Did you notice any words with an apostrophe here? Can you underline such words? ഇവിടെ 2 സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് I am sorry. ഇതിൽ I am എന്നുള്ളത്, അതായത് I am എന്ന് ഷോർട്ടാക്കി എഴുതിയിട്ടുള്ളതാണ് am. പിന്നെ I did not, but I did not എന്നുള്ളത് did notനെ ഷോർട്ടാക്കി എഴുതിയിട്ടുള്ളതാണ് എന്ത്? I didn't. ഓക്കെ, am is the short form of I am. Didn't is the short form of did not. They are called contracted forms. ഇങ്ങനെ ഷോർട്ടാക്കി എഴുതുന്നതിനെ കോൺട്രാക്റ്റഡ് ഫോം എന്നാണ് വിളിക്കുക. Contracted forms are shortened ways of writing 2 words together. We use an apostrophe to replace the missing letter or letters. 2 വേർഡ്സിനെ സിമ്പിളാക്കി എഴുതാൻ വേണ്ടിയിട്ട്, ചേർത്ത് സിമ്പിളാക്കി എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺട്രാക്റ്റഡ് ഫോം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിലായിട്ടൊരു അപ്പോസ്ട്രോഫി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. മിസ്സിങ് ലെറ്ററിനെയോ അല്ലെങ്കിൽ ലെറ്റേഴ്സിനെയോ ഡിനോട്ട് ചെയ്യാനായിട്ട് മുകളിലൊരു അപ്പോസ്ട്രോഫി ഇട്ട് കൊടുക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി അഗെയിൻ. ഫൈൻഡ് ഔട്ട് ദ സെൻറ്റൻസസ് വിത്ത് കോൺട്രാക്റ്റഡ് ഫോംസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇനി സ്റ്റോറി ഒന്നുകൂടെ വായിച്ചിട്ട് അതിലുള്ള കോൺട്രാക്റ്റഡ് ഫോംസ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. യു ആർ ടു കെയർലെസ് ലൂയിസ്, പപ്പ ക്രൈഡ് ഇൻ ഡിസ്ട്രസ്. ഇവിടെ യു ആർ എന്നുള്ളത് യു ആർ എന്നുള്ളതിൻ്റെ ഷോർട്ടാണ്. ഐ കുഡിൻ കീപ് ദം എവേ. I could not-ന്റെ ഷോർട്ടാണ് I couldn't. I didn't mean to make things worse. I did not എൻ്റെ ഷോർട്ടാണ് I didn't. But I didn't want people to feel sorry for me. You're each holding a message written with patterns of dots. The headmaster continued. ഇവിടെ യു ആറിൻ്റെ ഷോർട്ടാണ് ആക്കിയിട്ടുള്ളത്. It wasn't easy. It was not easy.
Why shouldn't we spell words and write sentences like people with normal eyesight? I thought. ഇവിടെ why shouldn't എന്നുള്ളത് why should not. But I wouldn't test. But I would not rest. ഇതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ നോക്കൂ. നീനു ഈസ് ലുക്കിംഗ് ഫോർ വേർഡ്സ് ദാറ്റ് ക്യാൻ ബി കോൺട്രാക്റ്റഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. ക്യാൻ യു ഹെൽപ്പ് ഹർ ഫൈൻഡ് ദം ആൻഡ് റൈറ്റ് ദം ബിലോ. വൺ ഹാസ് ഡൺ ഫോർ യു. അപ്പോൾ നോക്കൂ മക്കളെ, നീനു ഇതുപോലെ ഉള്ള കുറച്ച് കോൺട്രാക്റ്റഡ് വേർഡ്സ് ആക്കി എഴുതാനായിട്ടുള്ള ശ്രമത്തിലാണ് സെൻറ്റൻസസ്. അപ്പോൾ നീനുവിനെ നിങ്ങളോട് ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ടുമോറോ ദേ വിൽ ഗോ ഓൺ ഹോളിഡേ. അപ്പോൾ ഇവിടെ ദേ വിൽ എന്നുള്ളത് എന്ത് ചെയ്യും? ദേ കഴിഞ്ഞിട്ട് മുകളിലൊരു അപ്പോസ്ട്രോഫ് ഇട്ടിട്ട് WE കട്ട് ചെയ്തിട്ട് 2 L കൊടുക്കും. ദെയിൽ എന്ന് വായിക്കും. ടുമോറോ ദെയിൽ ഗോ ഓൺ ഹോളിഡേ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ആസ് പ്ലാൻഡ് വി ആർ ഗോയിങ് ടു ദ ബീച്ച് ഇൻ ദ ഈവനിങ്. അപ്പോൾ ഇവിടെ വി ആർ എന്നുള്ളത് എന്ത് വരും? ആസ് പ്ലാൻഡ് വി ആർ ഗോയിങ് ടു ദ ബീച്ച് ഇൻ ദ ഈവനിങ്. വി കഴിഞ്ഞ് മുകളിലൊരു അപ്പോസ്ട്രോഫ് ഇടുക, A കട്ട് ചെയ്ത് കൊടുക്കുക. The children were excited. They had never been such a beautiful festival. ഇപ്പോൾ ഇവിടെ എങ്ങനെ വരും? They had എന്നുള്ളിടത്താണ് വരിക. The children were excited. They had never seen such a beautiful festival. So they had എന്നുള്ളത് അവിടെ they കഴിഞ്ഞിട്ട് ഒരു അപ്പോസ്ട്രോഫി ഇട്ട് കൊടുക്കുക. എച്ചും എയും കട്ട് ചെയ്തിട്ട് D ഇട്ട് കൊടുക്കുക. ഐ ഹാവ് ഓൾവേസ് വോണ്ടഡ് ടു വിസിറ്റ് ദ ബാക്ക് വാട്ടേഴ്സ്. ഇവിടെ ഐ ഹാവ് എന്നുള്ളതാണ്. ഐ കഴിഞ്ഞ് ഒരു അപ്പോസ്ട്രോഫ് ഇടുക. ദെൻ VE. എച്ചും എയും കട്ട് ചെയ്യുക. ഐ ഹാവ് ഓൾവേസ് വോണ്ടഡ് ടു വിസിറ്റ് ദ ബാക്ക് വാട്ടേഴ്സ്. വേർ ഈസ് ദ സ്കൂൾ ലൊക്കേറ്റഡ്. അപ്പോൾ ഇവിടെ വേർ കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫ് ഇടുക, ഐ കട്ട് ചെയ്യുക, എസ് ഇടുക. വേഴ്സ് ദ സ്കൂൾ ലൊക്കേറ്റഡ്. അപ്പോൾ ഇതൊക്കെ കോൺട്രാക്റ്റഡ് ഫോമിൽ ഇങ്ങനെ എഴുതി കൊടുക്കാവുന്നതാണ്. ആക്ടിവിറ്റി 4. Dr. Pignair introduced a new pattern of chords. Louis could read the message by touch. He felt excited. Imagine that Louis were living in our times. He rang up his father at night. Write a possible telephonic conversation between Louis and his father. അപ്പോൾ ഡോക്ടർ പിഗ്നിയർ ലൂയിസിനും കുട്ടികൾക്കും എന്ത് ചെയ്തു? പുതിയ കോഡ് വെച്ചിട്ടുള്ള കോഡ് ഓഫ് പാറ്റേൺ എന്ത് ചെയ്തു? അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ലൂയിസ് ഈ നമ്മുടെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അന്ന് രാത്രി അച്ഛന് ടെലഫോണിൽ വിളിക്കുകയാണ്. അവരെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും, കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 ഡയലോഗ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അച്ഛൻ പറയാണ്, ഹായ് ലൂയിസ്, ഇറ്റ്സ് പ്രെറ്റി ലേറ്റ്. വാട്ട്സ് ഗോയിങ് ഓൺ ലൂയിസ്? കുറച്ച് സമയമായല്ലോ വിളിച്ചിട്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? ഡാഡ്, ഐ ജസ്റ്റ് ഹാഡ് ടു ടെൽ യു സംതിങ് അമേസിങ്. അച്ഛാ, എനിക്ക് കുറച്ച് സന്തോഷമുള്ള കാര്യം, അല്ലെങ്കിൽ നല്ല സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ബാക്കി എന്തായിരിക്കും അവർ സംസാരിക്കുക? ആ കോൺവെർസേഷൻ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. സോ നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. ഫാദർ, ഹായ് ലൂയിസ്, ഇറ്റ്സ് പ്രെറ്റി ലേറ്റ്. വാട്ട്സ് ഗോയിങ് ഓൺ? ലൂയിസ്, ഡാഡ്, ഐ ജസ്റ്റ് ഹാഡ് ടു ടെൽ യു സംതിങ്. Louis, Dad, I just had to tell you something amazing. I can read the new chords by touch. It's truly incredible. എനിക്ക് ചില ടച്ച് ചെയ്തിട്ട്, അതായത് തൊട്ട് നോക്കിയിട്ട് പുതിയ കോഡിൽ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ശരിക്കും എന്താണ്? ഇൻക്രെഡിബിൾ ആണ്, അവിശ്വസനീയമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഫാദർ, ദാറ്റ്സ് വണ്ടർഫുൾ സൺ. ഐ എം സോ പ്രൗഡ് ഓഫ് യു. ദിസ് ഇസ് എ റിയൽ ബ്രേക്ക് ത്രൂ. അത് വളരെ നന്നായിട്ടുണ്ട്. ഞാൻ നിന്നെക്കുറിച്ച് ഓർത്ത് വളരെയധികം അഭിമാനിക്കുന്നു. ഇത് ശരിക്കും എന്തായിരിക്കും? നിൻ്റെ ഒരു ബ്രേക്ക് ത്രൂ ആയിരിക്കും, ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ലൂയിസ്, ഐ ഫീൽ സോ എക്സൈറ്റഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഇറ്റ്സ് എ ഹോൾ ന്യൂ വേൾഡ് ഫോർ മീ. എനിക്ക് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്നൊക്കെയുള്ളൊരു തോന്നലുണ്ട്. ഇറ്റ്സ് എ ഹോൾ ന്യൂ വേൾഡ് ഫോർ മീ. ഇത് എനിക്കൊരു പുതിയ ലോകം തന്നെയാണ് കാട്ടിത്തന്നത്. ഫാദർ, ഫാൻറ്റാസ്റ്റിക്. കീപ് എക്സ്പ്ലോറിങ് ലോസ്. ദിസ് കുഡ് ചേഞ്ച് തിങ്സ് ഫോർ മെനി പീപ്പിൾ. നീ ഇതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കും. ലൂയിസ്, ഐ വിൽ ഡാഡ്. തീർച്ചയായിട്ടും അച്ഛാ. ഗുഡ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ലൈക്ലി നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കൂ. ആക്ടിവിറ്റി 5. ഹിയർ ഈസ് എ ന്യൂസ് റിപ്പോർട്ട് ദാറ്റ് അപ്പിയർഡ് ഇൻ വൺ ഓഫ് ദ ലീഡിംഗ് ഡെയിലീസ്. റീഡ് ഇറ്റ് കെയർഫുള്ളി. അപ്പോൾ നമ്മളുടെ ലൂയിസിനെ കുറിച്ചുള്ളൊരു ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, പ്രധാനപ്പെട്ട ഒരു പത്ര റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അത് വായിച്ചു നോക്കുക. എന്നിട്ട് അത് ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. അത് ആൻസർ ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആദ്യം ന്യൂസ് റിപ്പോർട്ട് വായിക്കാം. ബ്രെയിലീസ് ബ്രേക്ക് ത്രൂ എ ന്യൂ ആൽഫബറ്റ് ഫോർ ദ വിഷ്വലി ചാലഞ്ച്ഡ്. Paris, 10 January. Louis Braille, a 15-year-old student at the Royal School for the Blind in Paris, has created a new alphabet to help visually challenged people. The alphabet uses raised dots that can be felt by fingers. The alphabet is easy and quick to read and write
It is expected to change the lives of visually challenged people around the world. It has already become popular in the city. I wanted to help visually challenged people read and write like everyone else. This is just the beginning, Louis told newsmen at Paris. ഇത് ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കൂ. വാട്ട് ഡസ് ദ ന്യൂസ് റിപ്പോർട്ട് ടെൽ യു? എ, വാട്ട് വാസ് ദ ഇൻവെൻഷൻ? എന്ത് കണ്ടുപിടുത്തത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ദ ഇൻവെൻഷൻ വാസ് എ ന്യൂ ആൽഫബറ്റ് ഫോർ ദ വിഷ്വലി ചാലഞ്ച്ഡ് ദാറ്റ് യൂസസ് റേസ്ഡ് ഡോട്ട് ദാറ്റ് ക്യാൻ ബി ഫെൽ ബൈ ഫിംഗേഴ്സ്. ദിസ് ആൽഫബറ്റ് ഈസ് നോൺ ആസ് ബ്രെയിൻലി. ദെൻ അതായത് കണ്ണ് കാണാൻ കഴിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഡിൻ്റെ ഭാഷയിലുള്ള ആൽഫബറ്റാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഇൻവെൻഷനാണ് ഇവിടെ പറഞ്ഞത്. ഹൂ ഇൻവെൻറ്റഡ് ഇറ്റ്? ആരാണ് ഇത് കണ്ടുപിടിച്ചത്? ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ബൈ ലൂയിസ് ബ്രെയിൻലി, എ 15-year-old സ്റ്റുഡൻറ്റ് അറ്റ് ദ റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ഇൻ പാരീസ്. ക്വസ്റ്റ്യൻ സി, വേർ വാസ് ഇറ്റ് ഇൻവെൻറ്റഡ്? എവിടെ വെച്ചാണ് ഇത് കണ്ടുപിടിച്ചത്? ഇറ്റ് വാസ് ഇൻവെൻറ്റഡ് ഇൻ പാരീസ് അറ്റ് ദ റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്. ഡി, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? ഇതെന്തുകൊണ്ടാണ് ഇതിന് ഇത്ര ഇമ്പോർട്ടൻ്റ് ഉള്ളത്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ചേഞ്ച് ദ ലൈഫ്സ് ഓഫ് വിഷ്വലി ചാലഞ്ച്ഡ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് ബൈ എനേബിളിംഗ് ദം ടു റീഡ് ആൻഡ് റൈറ്റ് ലൈക്ക് എവ്രി വൺ എൽസ്. നമ്മളുടെ വേൾഡിൽ ചുറ്റുമുള്ള കണ്ണു കാണാത്ത ആളുകൾക്ക് മറ്റുള്ളവരെ പോലെ എഴുതാനും വായിക്കാനും കഴിയും, അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം ഒരുക്കും എന്നുള്ള രീതിയിലാണ് ഇതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. Activity 6. Imagine you are going to visit Louis Brainley. What would you ask him about his inspiration, challenges, and the influence of his invention? Write down a few questions to ask him. Suppose നിങ്ങൾ ലൂയിസ് ബ്രെയിൻലിയെ കാണാനായിട്ട് പോവുകയാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തോട് ചോദിക്കാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ, ഇൻ്റർവ്യൂ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം നമുക്കവിടെ തന്നിട്ടുണ്ട്. വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് യുവർ ഇൻവെൻഷൻ? ഈ കണ്ടുപിടുത്തത്തിന് പുറകിലുള്ള നിങ്ങളുടെ ഇൻസ്പിറേഷൻ എന്താണ്, പ്രചോദനം എന്താണ്? ഇനി നമുക്ക് എന്തൊക്കെയൊക്കെ ചോദിക്കാം. വാട്ട് വർ ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ചസ് യു ഫേസ്ഡ് വൈൽ ഡെവലപ്പിംഗ് ദ ബ്രെയിൻലി സിസ്റ്റം? ബ്രെയിൻലി സിസ്റ്റം കണ്ടുപിടിക്കുന്നതിന് സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്ത പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ഹൗ ഡിഡ് യു ഓവർകം ദ ഡിഫിക്കൽട്ടീസ് ആൻഡ് സ്കെപ്റ്റിസം യു എൻകൗണ്ടേർഡ്? നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എങ്ങനെയാണ് മറികടന്നത്? ഹൗ ഡു യു ഫീൽ അബൌട്ട് ദ ഗ്ലോബൽ ഇമ്പാക്റ്റ് ആൻഡ് വൈഡ് സ്പ്രെഡ് അഡോപ്ഷൻ ഓഫ് യുവർ ഇൻവെൻഷൻ? നിങ്ങളുടെ ഈ കണ്ടുപിടുത്തം വേൾഡ് വൈഡ് ആയിട്ട്, അതായത് ലോകമൊട്ടാകെ അല്ലെങ്കിൽ ഗ്ലോബലി ആഗോളമാകെ എന്താണ് ആളുകൾ ഇതിനെ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളെ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? വാട്ട് മെസ്സേജ് വുഡ് യു ഗിവ് ടു വിഷ്വലി ഇംപെയർഡ് ഇൻഡിവിജ്വൽസ് ടുഡേ? ഇന്നത്തെ കാലത്തുള്ള കണ്ണ് കാണാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മെസ്സേജ് അല്ലെങ്കിൽ സന്ദേശം എന്താണ്? ആക്ടിവിറ്റി 7 നോക്കൂ. അതിലെ ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ ഇൻവിറ്റേഷൻ കാർഡ് ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡീറ്റെയിൽസ്. നമുക്ക് താഴെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് തന്നിട്ടുണ്ട്. ആദ്യം അത് വായിച്ചു നോക്കാം. Louis Brainley's birth anniversary celebration. Come join us for the event. 6 p.m. January 4, 2024. Royal School for the Blind, Paris. Formal wear suggested. ഇനി നമുക്ക് അതിൻ്റെ, അതായത് ലൂയിസ് ബ്രെയിൻലിയുടെ ബർത്ത്ഡേയെ കുറിച്ചാണ് ഇതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ കാർഡാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഇവൻറ്റ്, ഡേറ്റ്, ടൈം, വെന്യൂ, സ്പെഷ്യൽ നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൻ്റെ ഇവൻറ്റ് എന്താണ്? ലൂയിസ് ബ്രെയിൻലീസ് ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷനാണ്. ഡേറ്റ് എന്നാണ്? January 4, 2024. ടൈം 6 p.m. വെന്യൂ, അതായത് നടക്കുന്ന സ്ഥലം റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്, പാരീസ്. ദെൻ സ്പെഷ്യൽ നോട്ട് എന്താണ്? ഫോർമൽ വിയർ സജസ്റ്റഡ്. ഫോർമൽ വിയർ ആണ് ധരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ബി, യുവർ സ്കൂൾ ഈസ് അറേഞ്ചിങ് എ പ്രോഗ്രാം ടു ഒബ്സർവ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ദ ഫേമസ് സയൻറ്റിസ്റ്റ് ഡോക്ടർ C.V. രാമൻ. പ്രിപ്പയർ ആൻ ഇൻവിറ്റേഷൻ കാർഡ് ടു ഇൻഫോം ദ പബ്ലിക് അബൌട്ട് ദ ഇവൻറ്റ്. അപ്പോൾ ഫേമസ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ C.V. രാമൻ്റെ ബർത്ത് ആനിവേഴ്സറി നമ്മുടെ സ്കൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആഘോഷിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആളുകളെ ക്ഷണിക്കാനായിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ കാർഡ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ അത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഒരു ബോർഡർ വരച്ചു കൊടുക്കുക, പിന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ വരയ്ക്കുക, ലൈക്ക് ഫ്ലവേഴ്സൊക്കെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് എഴുതാം. സോ ആദ്യം നമ്മൾ ടൈറ്റിലായിട്ട് ഇൻവിറ്റേഷൻ എന്ന് കൊടുക്കണം. എന്നിട്ട് ടൈറ്റിൽ ഇതിൻ്റെ എന്ത് ഇവൻറ്റാണ് നടക്കുന്നത് അത് കൊടുക്കാം. സെലിബ്രേറ്റിംഗ് ഡോക്ടർ C.V. രാമൻസ് ബർത്ത് ആനിവേഴ്സറി. കം ജോയിൻ us ഫോർ ആൻ ഈവനിങ് ഓഫ് സയൻറ്റിഫിക് ഡിസ്കവറി. ഡേറ്റ് November 7, 2025. ടൈം 10:30 AM. വെന്യൂ ഗവൺമെൻറ് UP സ്കൂൾ ഊരകം. സ്പെഷ്യൽ നോട്ട് എന്താണ്? ഓൾ ആർ വെൽക്കം ടു അറ്റൻഡ് ആൻഡ് ലേൺ അബൌട്ട് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡോക്ടർ C.V. രാമൻ ടു സയൻസ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതുപോലെ അതിൽ ചെയ്ത ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്